ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റോസ്. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗും വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ വട്ടം നേരത്തെ നാട്ടിൽ വരാനുള്ള റീസൺ നമ്മുടെ ആമിയുടെ നിക്കാഹായിരുന്നു. അപ്പോൾ ഇതാണ് ആമിയുടെ പയ്യൻ അക്മൽ, അൽമിന അക്മൽ. അപ്പോൾ ആ നിക്കാഹിന് വേണ്ടിയിട്ടാണ് ഈ വട്ടം ഞങ്ങൾ നേരത്തെ എത്തിയത്. എൻ്റെ മൂത്ത നാത്തൂൻ ഷൈനിത്താടെ ഇളയ മോളാണ് ആമി. നിക്കാഹ് നല്ല രീതിയിൽ നടന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. തലേന്നൊക്കെ ഫുൾ വൈബായിരുന്നു. മെഹന്തിയിലും സ്റ്റേജ് ഡെക്കറേഷൻസും കാര്യങ്ങളും കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ നാത്തൂമാരും മക്കൾസും എല്ലാവരും കൂടെ കൂടിയിട്ട് അടിച്ചു പൊളിച്ചു. നമ്മുടെ ആമി നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര സട്ടിലായിട്ടുള്ള മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു. ഷൈനിതയുടെ മൂത്ത മോൾ അൽഫിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് പയ്യൻ്റെ ഉമ്മ. ഇനി ഫോട്ടോ എടുക്കൽ പരിപാടികളാണ്. ഇത് അക്മലിൻ്റെ ഫ്രണ്ട്സാണ്. ഇത് അക്മലിൻ്റെ ഫാമിലി, അക്മലിൻ്റെ ബ്രദറും വൈഫും മക്കളുമാണ്. ഇത് ഞങ്ങളുടെ കേളി ഗേൾ മുന്ന, സിനീതയുടെ മോളാണ്. അതായത് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മോളാണ്. എടുത്ത് പറയേണ്ട ഫുഡായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് അക്മൽ ആമിക്ക് വേണ്ടി കൊണ്ടുവന്ന ഡ്രസ്സ്. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഷൈനിത്ത ഫാമിലി, ഷൈനിത്ത, സജീർക്ക, മൂത്ത മോൾ അൽഫിയ, ആമി, അക്മൽ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ നാത്തൂനും ഫാമിലിയും, സിനീത്ത, ഷക്കീർക്ക, അമൻ, മുന്ന. ഇതാണ് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം, കൂടെ ഞാൻ. ഇതിലെൻ്റെ മൂന്നാമത്തെ നാത്തൂൻ്റെ 2 മക്കൾസ് ഉണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്ന മോളും മോനും, നിലയും ഭഗത്തും. ഇത് ഇക്കാടെ വാപ്പാടെ ഫാമിലിയാണ്, ബേബി മാമിയൊക്കെയാണ്. ഇത് അൽഫി, നമ്മുടെ സ്വന്തം അൽഫിമോളുടെ പയ്യൻ്റെ ഉമ്മായും ബ്രദറുമാണ്. ഇത് ഷൈനിത്തയുടെ നാത്തൂൻ്റെ മോളും ഹസ്ബൻഡ്. ഇത് നമ്മുടെ ഫ്രണ്ട് ലക്ഷ്മി. ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. ഒരു സൈഡിലൂടെ നിലയുടെ കേക്ക് കട്ടിങ് പരിശ്രമം നടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അൽഫിമോൾ രംഗത്തെത്തി. പടപടി കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും സെർവ് ചെയ്തു. ആമിയുടെ ഏട്ടത്തിയാണത്, ഫാത്തിമ. അങ്ങനെ മാലയൊക്കെ ഇട്ടു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് പറവൂർ ബീച്ചിൽ പോയി. അതായത് കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്, വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അതിനിടയിൽ എൻ്റെ ഇക്കാടെ വക പ്രത്യേക തരം കിടന്നുള്ള ഫോട്ടോഷൂട്ട്. ആമിയുടെയും അക്മലിൻ്റെയും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോയത് ഞങ്ങൾ സ്വന്തം വീഡിയോ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നു. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ചെയ്തത് നിലയാണ്. ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങളുടെ കലാപരിപാടികളിലാണ് ഞങ്ങളുടെ സ്വന്തം ഫോട്ടോയും വീഡിയോസും എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബീച്ചിൽ അടിച്ചു പൊളിച്ചു. ഷൈനിത്തായും ഇക്കായും ഞാനും നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ കൂടി ഒരേ വൈബായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം കൂടി കടന്നുപോയി നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട്. അതൊരു വീഡിയോ പോലെ ആക്കി ചാനലിടുകയാണെങ്കിൽ കാണാം. പിള്ളേരൊക്കെ ഒരേ പൊളി വൈബാണ്. നമ്മുടെ ആമിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അൽവിന ആമി. നിങ്ങളതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക, അൽമിന ആമി. ഇനി അടുത്തതായി നമ്മുടെ നിളമോളുടെ കലാപരിപാടികളാണ്. അൽഫി ഫുള്ളി ബിസി ആയിരുന്നതുകൊണ്ട് അൽഫിയുടെ വീഡിയോസൊന്നും നല്ലോണം കിട്ടിയില്ല. അൽഫി ഫുള്ളി ആമിക്കും അക്മലിനും വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അൽഫിമോളുടെ വീഡിയോസൊന്നും കിട്ടിയില്ല.
പാവം അക്മൽ ആമിയായിട്ടൊന്ന് പുറത്തു വന്ന് കരുതിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ലോട്ട് ടീമുകൾ മൊത്തം വണ്ടി നിറയെ അങ്ങ് കയറി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു പൊളിച്ചു തിരിച്ച് ഞങ്ങൾ ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വണ്ടിയിൽ കയറിയതിന് ശേഷമുള്ള കലാപരിപാടികളാണ്. അപ്പം നമ്മുടെ ഈ നിക്കാഹ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.